പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ വിദേശ പാർലമെന്റുകളിൽ ഭാരതത്തിന്റെ ശബ്ദം സന്ദേശം പകർന്ന പ്രധാനമന്ത്രി എന്ന നിലയിലാണ് മോദി ചരിത്രം കുറിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 14 വിദേശ രാജ്യങ്ങളുടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനങ്ങളെയാണ് മോദി അഭിസംബോധന ചെയ്തത്. ഏറ്റവും ഒടുവിലായി കരീബിയൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടെ ഗയാന പാർലമെന്റിലെ പ്രത്യേക സമ്മേളനത്തിന് മോദി പ്രസംഗിക്കുകയുണ്ടായി. ഈ ചരിത്രത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് 7 വിദേശ പാർലമെന്റുകളിൽ പ്രസംഗിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ദിരാഗാന്ധി 4 പ്രാവശ്യം, ജവഹർലാൽ നെഹ്റു 3 പ്രാവശ്യം, രാജീവ് ഗാന്ധിയും അടൽ ബിഹാരി വാജ്പേയിയും 2 പ്രാവശ്യം, മൊറാർജി ദേശായി, PV നരസിംഹറാവു എന്നിവർ ഓരോ പ്രാവശ്യമാണ് വിദേശ പാർലമെന്റുകളിൽ പ്രസംഗിച്ചിട്ടുള്ളത്. അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളെല്ലാം മോദി പ്രസംഗിക്കുകയുണ്ടായി. മാത്രമല്ല 2016-ലും 2023-ലും US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനങ്ങളെ മോദി അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2014-ൽ ഓസ്ട്രേലിയ, ഫിജി പാർലമെന്റുകളിൽ ഉണ്ടായിരുന്നു. 2015-ൽ മൗറീഷ്യസിലും 2018-ലും ഉഗാണ്ടയിലും 2014-ൽ നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലും 2015-ൽ ശ്രീലങ്ക, മംഗോളിയ, അഫ്ഗാനിസ്ഥാൻ, 2019-ൽ മാലിദ്വീപ് പാർലമെന്റുകളിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. കോവിഡ്-19 മഹാമാരി സമയത്ത് കരീബിയൻ രാജ്യത്ത് നൽകിയ സംഭാവനകൾക്കും ഇന്ത്യയും ഡൊമിനിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം പ്രധാനമായും വർദ്ധിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തിനും ഡൊമിനിക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത അവാർഡ് നൽകുകയുണ്ടായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗയാനയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ബുധനാഴ്ച നടന്ന ഇന്ത്യ കരീക്കം ഉച്ചകോടിയിൽ ഡൊമിനിക്ക പ്രസിഡന്റ് സിൽവാനി ബർട്ടർ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ മോദിക്ക് സമ്മാനിച്ചു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് ഞാനിത് സമർപ്പിക്കുന്നുവെന്നായിരുന്നു മോദി തന്റെ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞത്. കോവിഡ്-19 മഹാമാരിയുടെ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഡൊമിനിക്കയ്ക്കുള്ള സംഭാവനയ്ക്കും ഇന്ത്യൻ ഡൊമിനിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയ്ക്കുമുള്ള അംഗീകാരമായിട്ടാണ് ഈ അവാർഡ്, വിദേശകാര്യ മന്ത്രാലയം എക്സിലെ ഒരു പോസ്റ്റിൽ പറയുകയുണ്ടായി. ഗയാനയും ബാർബഡോസും തങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം 19ആയി ഉയർത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഡൊമിനിക്ക തങ്ങളുടെ പരമോന്നത പുരസ്കാരം മോദിക്ക് പ്രഖ്യാപിച്ചത്. 2021 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദി ഡൊമിനിക്കയ്ക്ക് 70,000 ഡോസ് ആസ്ട്രസെനെക്ക കോവിഡ്-19 വാക്സിൻ നൽകിയിരുന്നു. മാത്രമല്ല ഉദാരമായൊരു സമ്മാനമാണ് കരീബിയൻ അയൽക്കാർക്ക് പിന്തുണ നൽകാൻ ഡൊമിനിക്കയെ പ്രധാനമായും പ്രാപ്തമാക്കിയത്. ഡൊമിനിക്കൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറയുകയുണ്ടായി. കൂടാതെ മോദിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വിവരസാങ്കേതിക വിദ്യ എന്നിവയിൽ ഡൊമിനിക്കയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥ, പ്രതിരോധം, നിർമ്മാണ സംരംഭങ്ങളും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്കും അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഡൊമിനിക്കയോടും വിശാലമായ മേഖലയോടുമുള്ള മോദിയുടെ ഐക്യദാർഢ്യത്തിനുള്ള ഡൊമിനിക്കയുടെ നന്ദി പ്രകടനമാണ് അവാർഡെന്ന് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, ഭൗമരാഷ്ട്രീയ സംഘടനകൾ തുടങ്ങി നിരവധി ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണത്തിന്റെ പ്രാധാന്യത്തിനും അവാർഡ് വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഊന്നി പറയുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഡൊമിനിക്കയ്ക്കും കരീബിയയ്ക്കുമൊപ്പം പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉറപ്പിക്കുകയും ചെയ്യുകയുണ്ടായി.